വെയിലല്ലേടാ, ചൂടെടുത്ത് പഴുത്ത് കിടന്ന്. എടാ സമയത്ത് 5 മണിക്ക് എത്തുമെന്ന് പറഞ്ഞ ആർട്ടിസ്റ്റുകളാ ഇതുവരെ എത്തിയിട്ടില്ല. എന്റെ പൊന്നളിയാ, നിനക്കറിയാൻ 6 മണിക്ക് പിള്ളേരുടെ പരിപാടി നടത്താനുള്ളതാണ്. 9 മണി വരെ മൈക്ക് സാക്ഷൻ ഉള്ളത്. നീ പറഞ്ഞ ആർട്ടിസ്റ്റ് എപ്പോ വരുമെന്നാ? നീ ടെൻഷൻ ആവരുത്, എനിക്കറിയാലോ അവരെത്തൂന്ന് പറഞ്ഞാൽ എത്തിയിരിക്കും കേട്ടോ. നാട്ടുകാരുടെ മൊത്തം പിരിവെടുത്തതാ. അതാ എനിക്കും പേടി. അയ്യോ എത്തി, അയ്യോ പെട്ടെന്ന് ഒരുങ്ങാൻ പറഞ്ഞു. രമേശ, ആർട്ടിസ്റ്റുകൾ ബഹുമാനിക്കാൻ പഠിക്കേ. ശരിക്കും പറഞ്ഞ കാണാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. എന്നെയാണോ? അല്ലല്ല, നിങ്ങളെ ഭയങ്കര ഇഷ്ടമാട്ടോ കാണാൻ വേണ്ടി. പക്ഷെ ഞാനാണ് മെയിൻ. ആണല്ലേ? അപ്പൊ നമുക്കേ കൃത്യം 7 മണിക്ക് തന്നെ പരിപാടി അങ്ങ് തുടങ്ങണം. 7 ആവും. അല്ല, ഇവിടെ 6 മണിക്ക് പിള്ളേരുടെ പരിപാടി ഉണ്ട്. 9 മണിക്ക് മൈക്ക് സാക്ഷൻ അത്രേ ഉള്ളൂ. അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് പരിപാടി നടത്താം. അല്ല, ഞാൻ സംസാരിക്കാം. അതായത് 7 എങ്ങനെ പോലെ 7 അത് പിന്നെ എന്താണെന്നറിയാവോ, മൈക്ക് സാങ്ഷൻ അപ്പോൾ ഒരു 7 മണിക്ക് തുടങ്ങിയാലേ ഇത് നടക്കുള്ളൂ. അതുകൊണ്ടാണ് നമ്മളിപ്പോ ഒന്നല്ലേ ഉള്ളൂ. ഇനി LED കയറ്റുന്ന ലൈറ്റ് കയറ്റുന്ന സൗണ്ട് കയറ്റുമ്പോ എങ്ങനെ താമസിച്ചത്? രമേശ, അല്ല പറയണ്ടേ കാര്യം. അതൊക്കെ പണ്ട് നീയാണെങ്കിൽ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ആർട്ടിസ്റ്റുകൾ താമസിച്ച് വന്നപ്പോൾ മണ്ണി കുഴിച്ചിട്ട് ശരി തന്നെ. അതുപോലെയാണ് ഇപ്പോഴത്തെ കാലം. ഞാൻ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ അങ്ങനെയുള്ള ഒരു വിഷയമില്ലല്ലോ ഇവിടെ, ഒരു വിഷയമില്ല. അപ്പോൾ ഇതാണ് ഗ്രീൻ റൂം നിങ്ങൾക്ക് വേണ്ടി സെറ്റ് ചെയ്തിട്ടേക്കുന്നത്. 7 മണിക്ക് തന്നെ തുടങ്ങുമല്ലോ. 7:30 ആവും. 7:30 7:30, പക്ഷെ 9 മണി വരെ മൈക്ക് സാങ്ഷൻ ഉള്ളൂ. പെട്ടെന്ന് തീർത്താൽ മതി. നമുക്കറിയില്ല, നമ്മുടെ പരിപാടി അടിപൊളിയാണ്. ഓ ആണല്ലേ, അതറിഞ്ഞാൽ മതി. അപ്പോൾ ശരി, ഗ്രീൻ റൂം അതാണേ. ഇതാണ്. ഓ ശരി. ഇവിടെ മുമ്പും വേറെ ആർട്ടിസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ട്. അവരെല്ലാം ഇത് തന്നെ യൂസ് ചെയ്തോണ്ടിരുന്നത്. രമേശ, ഞാൻ പറഞ്ഞു ചുമ്മാ ഞാൻ പറയട്ടെ, ആർട്ടിസ്റ്റുകളുടെ ബഹുമാനിക്കാൻ പഠിക്കടാ. ഒരു കൊച്ചമ്പലമാണ് ഉള്ളത്, വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ബാക്കി കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പരിപാടി ഗംഭീരമാക്കിയ അതെ കേട്ടോ, പറഞ്ഞു കേട്ടോ. വാട്ട് ഈസ് ദിസ് എന്ന് ഇത് കേൾപ്പിച്ചില്ലേ നീ? അവരുടെ വാ കൊണ്ട് എന്നെ കേൾപ്പിച്ചോ നീ?